തീപിടിച്ച റോക്കറ്റ് പോലെയാണ് അമേരിക്ക ഇപ്പോൾ ലോകരാജ്യത്തേക്ക് മുഴുവനും പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന് ഒരു പ്രതിവിധി ഉണ്ടാവാൻ അല്ലെങ്കിൽ വിഷയം അവസാനിപ്പിക്കാനും വേണ്ടിയുള്ള വലിയ ശ്രമം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ഭാഗത്ത് എന്നുള്ളത് കൃത്യമാണ്. അതിന്റെ വിഷയം എന്ന് പറയാൻ മിഡിൽ ഈസ്റ്റിൽ സർവ്വ ആധിപത്യം അമേരിക്കക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു യുദ്ധമായിരിക്കും ഒരുപക്ഷെ ഇത്. അറബ് ലോകം മുഴുവനും ഇപ്പോ ഏകോപനത്തോടു കൂടി ഫലസ്തീന് പിന്തുണ അറിയിക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ഒരു വലിയ നീക്കുപോക്കായിട്ട് അത് കാണും. മാത്രവുമല്ല, ഇസ്രായേൽ പലസ്തീനുമായിട്ടുള്ള ഏതൊരു വിഷയം ഏതൊരു കാലത്ത് ഉണ്ടാവുകയാണെങ്കിലും 100% ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അമേരിക്കയുടെ നിലപാടിനെ അറബ് ലോകം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. കൃത്യമായ രീതിയിൽ അവർ വിശ്വസിക്കാൻ പറ്റില്ല എന്ന നിലപാട് അമേരിക്കയെ കുറിച്ച് മുമ്പേ പറയാറുണ്ട്. ഇത് കുറച്ചും കൂടി വ്യക്തമായിരിക്കുകയാണ്. 3000-ലധികം ആളുകൾ മരണപ്പെട്ടു. ഇപ്പോൾ ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല. യുദ്ധം തുടങ്ങിയിട്ട് 10 ദിവസമായി. യുദ്ധത്തിന്റെ കാഠിന്യം കൂടുകയാണ്. ഹമാസ് ആണെങ്കിൽ ഒഴിച്ചു പോയിട്ടൊന്നുമില്ല, അവരവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ